നമസ്കാരം. റോബോട്ടുകളുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാറുണ്ട്. പലപ്പോഴും മനുഷ്യരെക്കാൾ എത്രയോ നല്ലത് റോബോട്ടുകളാണ് എന്ന തരത്തിലുള്ള അഭിപ്രായമുള്ളവർ പോലും ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റോബോട്ടുകൾ വീണ്ടും ചർച്ചയാവുകയാണ്. ടെക് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് 12 റോബോട്ടുകളെ തട്ടിക്കൊണ്ടുപോയി. ഈ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതൊക്കെ കേട്ടാൽ എങ്ങനെ ഞെട്ടാതിരിക്കും അല്ലേ? ഷാങ്ഹായ് റോബോട്ടിക്സ് കമ്പനിയുടെ ഷോറൂമിൽ നിന്ന് 12 വലിയ റോബോട്ടുകളെ തട്ടിക്കൊണ്ടുപോയത്. എന്നാൽ ഇവരെ കൊണ്ടുപോയത് AI അധിഷ്ഠിത കുഞ്ഞൻ റോബോട്ട് ആണെന്നതിനാണ് ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നത്. ചൈനയിലെ ഹാങ്ഷൌവിലാണ് ലോകത്തെ ആകെ ഞെട്ടിച്ച സംഭവം നടന്നത്. റോബോട്ടുകളെ തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. നിർമ്മിത ബുദ്ധിയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വ്യാപകമായ ചർച്ചയ്ക്കും ആശങ്കയ്ക്കും ഈ സംഭവം കാരണമായിട്ടുണ്ട്. എർബായ് എന്ന് പേരിട്ടിരിക്കുന്ന ചെറിയ റോബോട്ട് തട്ടിക്കൊണ്ടുപോയ വലിയ റോബോട്ടുകളുമായി സംസാരിക്കുന്നത് ഈ CCTV ദൃശ്യങ്ങളിൽ കാണാം. അവരുടെ ജോലി സ്ഥലം പരിധി വിട്ട് ഷോറൂമിന് പുറത്ത് കടക്കാൻ AI റോബോട്ട് പ്രേരിപ്പിക്കുന്നു. എർബായുടെ അജ്ഞത അനുസരിച്ച് മറ്റ് റോബോട്ടുകൾ പുറത്തു കടക്കുന്നു. വീട്ടിൽ നിന്ന് റോബോട്ടുകൾ പറയുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് എർബായ് ക്ഷണിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വീഡിയോ വ്യാജമല്ലെന്ന് റോബോട്ട് നിർമ്മാതാവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആദ്യം വീഡിയോ തമാശയായി തള്ളിക്കളഞ്ഞുവെങ്കിലും സംഭവത്തിന്റെ ആധികാരികത ഷാങ്ഹായ് കമ്പനിയും ഹാങ്ഷു നിർമ്മാതാവും സ്ഥിരീകരിച്ചതോടെ സംഭവം ചർച്ചയാവുകയായിരുന്നു. വലിയ റോബോട്ടുകളുടെ സംവിധാനങ്ങളിലെ സുരക്ഷാ അപാകത എർബായ് ചൂഷണം ചെയ്തതാണെന്ന് റോബോട്ട് നിർമ്മാതാക്കൾ പറയുന്നു. കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് വെളിപ്പെടുത്തുമെന്നും ചെറിയ റോബോട്ടിന് മറ്റ് റോബോട്ടുകളുടെ ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോളും അതിന്റെ അനുബന്ധ അനുമതികളും ആക്സ് ചെയ്യാൻ കഴിഞ്ഞുവെന്നും ഷാങ്ഹായ് കമ്പനി വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധി സംവിധാനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും അവർക്ക് സ്വയം നിർണയശേഷി നൽകുന്നതിന്റെ അപകട സാധ്യതകളെക്കുറിച്ചും ഈ തട്ടിക്കൊണ്ടുപോകൽ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ TV.